കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ വനം വകുപ്പ് സംയുക്ത പരിശോധന നടത്തി വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനായി സ്ഥാപിച്ച കെണികൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെത്തുന്നതിനാണ് തമിഴ്നാട് വനം വകുപ്പിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തിയത്. വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനായി കെണികൾ, കുടുക്ക്, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ വ്യാപകമായി സ്ഥാപിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന ആരംഭിച്ചത്. വണ്ടൻമേട്, കമ്പംമെട്ട് സെക്ഷനുകളിലെ ജീവനക്കാരും തമിഴ്നാട് കമ്പം റേഞ്ചിലെ ജീവനക്കാരും ചേർന്ന സംയുക്ത പരിശോധനയാണ് നടത്തിയത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളായ തണ്ണിപ്പാറ, കട്ടേക്കാനം, മൊശപ്പാറ, ചെന്നാക്കുളം, കമ്പംമെട്ട്, മന്തിപ്പാറ, മയിലാടുംപാറ, മണിയംപെട്ടി, ചെല്ലാർകോവിൽ എന്നീ മേഖലകളിലെ വന അതിർത്തി പ്രദേശങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അതിർത്തി മേഖലകളിൽ തുടർ പരിശോധനകൾ നടത്തുകയും കുടുക്കുകളോ കെണികളോ സ്ഫോടക വസ്തുക്കളോ കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS കിഷോർ, ഉദ്യോഗസ്ഥരായ PK വിനോദ്, PT വിനോദ്, പ്രിൻസ് ജോൺ, TK സജി, A അനിലാൽ, മഞ്ചേഷ് BK, അഖിൽ KV എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, അണക്കര.